ഞാൻ റോഹൻ. ഞാനിപ്പോൾ എൻജിനീയറിങ് അല്ല +2 പൊട്ടി അല്ലെങ്കിൽ വേണ്ട, മറ്റു പടങ്ങളിലെ പോലെ വല്ല എടുപ്പൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരിത്? ഹലോ ഐഷു, പറ. വലിയ വെയിറ്റ് ഒന്നും വേണ്ട, ഇപ്പോഴും എണീറ്റില്ലല്ലേ? മനസ്സിലായി. ഹലോ ഹലോ റോഹൻ. ഹലോ ഹലോ റോഹൻ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അപ്പോ അറിയാം. അപ്പോ എനിക്കുള്ള ഗിഫ്റ്റാ? ഏത് ഗിഫ്റ്റ്? അതിപ്പം ഞാൻ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നാൽ ഞാൻ അങ്ങോട്ടൊരു ഗിഫ്റ്റ് തന്നാലോ? ഓ ആയിക്കോട്ടെ. റോഹന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ എന്നെ ഒന്ന് കാണണമെന്ന്. സോ നമുക്ക് ഇന്നൊന്ന് മീറ്റ് ചെയ്താലോ? ഞാൻ നേരത്തെ പറഞ്ഞു തീർത്തില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു പെൺകുട്ടിയെ, എൻ്റെ ഐശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഇന്നവൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു കാണണമെന്ന്. എൻ്റെ ദൈവമേ, മിന്നിച്ചേക്കണേ. ഓ പിന്നെന്താ, കാണാലോ. ഇയാളിന്ന് ഫ്രീ ആണോ? അത് വിവേകിൻ്റെ ചേട്ടൻ്റെ കല്യാണം. അവൻ്റെ അടുത്ത് തന്നെ അടുത്തോ. പിന്നെന്താ, ഫുൾ ഫ്രീ ആണ്. എങ്കിൽ നമുക്കിന്ന് ബീച്ചിൽ വെച്ച് കാണാം. ഓ മീറ്റ് ചെയ്യാലോ? ശരി. ഓ ആയിക്കോട്ടെ. അല്ല ഹലോ, ബീച്ചല്ലേ? അതെ അതെ. മനസ്സിലായി. ഓക്കെ ഓക്കെ. എനിക്ക് വയ്യ. ഞാൻ വരുവാ. വളരെ നന്നായിട്ടുണ്ട്. ഇനി ഞാൻ തരട്ടെ. ഹലോ ഹലോ. അയ്യോ, പിച്ചക്കാരിയല്ല മോള്, പിത്തക്കാടി. അല്ല അല്ല, നിന്നെ അല്ല. അല്ല, ഐ ലവ് യു. പട്ടിക്ക് വരാൻ കണ്ടൊരു ഐ ലവ് യു ബേബി. ആരായിരുന്നു? അമ്മൂമ്മ. അമ്മേ? അല്ല, നിന്റെ കൈക്കെന്ത് പറ്റി? നമ്മളെ നാൻസി ഇല്ലേ, അവളല്ല, അവളുടെ ചേട്ടൻ. ഓ തല്ലി ഓടിച്ചില്ലേ? അങ്ങനെ പറയാ. നീ അങ്ങോട്ട്. അല്ല, ഞാൻ വിവേകിന്റെ ചേട്ടന്റെ. അത് രാവിലെ അല്ല, കല്യാണത്തിന്റെ പാർട്ടി വൈകുന്നേരമാണല്ലോ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറ. എന്റെ വീട് അറിഞ്ഞൂടെ? ഒരു മിനിറ്റ്. വീടിന്റെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, രണ്ട് നില വീട്. അവിടെ ഒരു കിടില പെണ്ണുണ്ടായിരിക്കും. എന്ത് മനുഷ്യനാടാ, എന്ത് ലോകമാണിത്. പെണ്ണ് പെണ്ണ് പെണ്ണ്, അതേ ഉള്ള. അല്ല, അവിടെ വീട്. This society is going underground. You are the influence. You are. അത് വീട്, ആ വീടില്ലേ, അവിടെ ഒരു കിടിലം പെണ്ണുണ്ട്. കിടിലം, നല്ല സൂപ്പറാണ്. നാൻസിയെ പോലെ കൊണ്ട് വീട്ടിൽ വേണ്ടേ? എടാ കേൾടാ, കാര്യമായിട്ട് നല്ല സൂപ്പർ പെണ്ണാണ്. ഞാൻ ജസ്റ്റ് പറയണ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. എടാ അത് സംഭവമില്ലേ, അത് വേണ്ട, നീ മറന്നേ. എന്താടാ, ഫേസ്ബുക്കാണാ? ഏതാടാ പെണ്ണ്? കാണിച്ച പെണ്ണാണാ? അത് പെണ്ണാണാ? അയ്യേ, ഒരുമാതിരി പാറപ്പുറത്തുണ്ടല്ലോ, അണ്ടാൻ കയറിയിരിക്കണ പോലെ ഉണ്ട്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് എന്നെ പോലെ സൗന്ദര്യം ഇല്ലല്ലോ. എനിക്ക് FB-യിലൂടെ കുറെ ഗേൾസിനെ കിട്ടിയിട്ടുണ്ട്. യുനോ, ഐ ആം ബ്യൂട്ടിഫുൾ. അതിൽ ഒരെണ്ണത്തിന് നീ എടുത്തോടാ. അതിനെ കാണാണ്ടല്ല, നയൻതാരെ പോലെ ഇരിക്കും. നയൻതാര എടുക്കട്ടെ? വേണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. വേണ്ടേ? വേണ്ടെങ്കിൽ തീർത്തു പറഞ്ഞിട്ട് പോ.
വേണ്ട, അങ്ങനെ പറയാം. അങ്ങനെ പറയൂ. അളിയാ ഒന്ന് പോടാ. എനിക്കിഷ്ടമാണ്. ഈ പെൺപിള്ളേർ പണ്ട് എങ്ങനെയാണ്? അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവളിനി ആരെ അടിക്കാനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഹായ്, എവിടെ പോവാ? ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് അതിന്റെ റിസപ്ഷനായിട്ട് പോവാണ്. ഇയാളെവിടെ പോകുന്നു? ഞാൻ എന്റെ ബോയ്ഫ്രണ്ട്. ഞാൻ ഇങ്ങോട്ട് ബോയ്ഫ്രണ്ട് ഇത് പറയാൻ എന്നെ പിടിച്ചു ചേർത്തേ. ഹലോ, താൻ എവിടെ എത്തി? ഞാൻ എത്തി. താൻ ഇനി ഇങ്ങോട്ട് വരണ്ട. അതെന്താ? ഞാൻ കണ്ടല്ലോ ഒരു പെണ്ണുമായിട്ട് അല്ല മോളു, അതെന്റെ ഫ്രണ്ട് പറയുന്നത് ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. അതെ, ഇല്ല മോളു, ഇല്ല, അത് പറയുന്ന കേക്ക്. ഇവള് ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഇല്ലെന്നാ തർക്കുത്തരം പറയുന്നാടി. ഹലോ 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 എന്നാ? അല്ല, ആള് മാറിയതായിരിക്കും. ഇല്ല, വഞ്ചകി. റോഹൻ ഓർമ്മയുണ്ടോ? ഇവിടെ വെച്ചാ ഞാൻ റോഹനെ വേദനിപ്പിച്ചത്. അതിന് ഇതെന്റെ വാച്ചല്ലേ? ഇവളുടെ
തന്നെ ഇഷ്ടാടോ. അപ്പൊ ഫോട്ടോ തന്ന് പറ്റിച്ചതായിരുന്നല്ലേ? എന്തിനാ എന്നെ അടിച്ചേ? ഒരു കട ഉണ്ടായിരുന്നു, ഇപ്പൊ തീർന്നു. എനിക്ക് സമാധാനമായി. വാ പോവാ. ഹലോ സെലീന ബേബി, ഐ ആം സോറി ബേബി. അത് ഏതൊരു കൾച്ചറൽ സ്ഥലമായിരുന്നു, എനിക്ക് പരിചയം പോലും ഇല്ല. പിത്തക്കാടി പിത്തക്കാടിന്റെ തന്ത. അയ്യോ പ്രണയിനി നീ അറിയുമോ എൻ വിരഹമാം നാളുകൾ? പ്രണയിനി നീ അറിയുമോ എൻ വിരഹമാം നാളുകൾ? സഖിയേ സഖിയേ എന്നോമൽ സഖിയേ, നിറവാർ മിഴിയാൽ ഞാൻ തേടുന്നു ദൂരെ. സഖിയേ സഖിയേ എന്നോമൽ സഖിയേ, നിറവാർ മിഴിയാൽ ഞാൻ തേടുന്നു ദൂരെ. പ്രണയിനി നീ അറിയുമോ എൻ വിരഹമാം നാളുകൾ? പ്രണയിനി നീ അറിയുമോ എൻ വിരഹമാം